അഫ്ലാൽ, കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഒറ്റ വരിയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ലൈംഗിക പീഡന കേസിൽ പ്രതിയായി അറസ്റ്റിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇതിന്റെ ഉത്തരവ് ലഭ്യമായാൽ ഉടൻ തന്നെ പ്രതിഭാഗം അടുത്ത നിയമ നടപടിയിലേക്ക് ഉന്നത നീതിപീഠത്തെ സമീപിക്കുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന 2 മണിക്കൂറിനടുത്ത് നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് ബെയിൽ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. സമാനമായ മറ്റ് 2 പരാതികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ കൂടി അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹത്തിന്റെ ഈ പശ്ചാത്തലം തന്നെ ക്രിമിനൽ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. മാത്രവുമല്ല, ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, പരാതിക്കാരി ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് തന്റെ വശത്ത് ആക്കി ആ രീതിയിലുള്ള നീക്കങ്ങൾ പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിക്കുകയും ആ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്യപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെ തന്നെ എത്തിച്ച് തനിക്ക് വേണ്ടി വാദിക്കാൻ രാഹുൽ മാങ്കൂട്ടം ശ്രമം നടത്തുകയും അത് ഏറെക്കുറെ സാധ്യമാവുകയും ചെയ്തു. എങ്കിൽ പോലും ആ വാദമുഖങ്ങളെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. 12 മണിയോട് കൂടിയാണ് ഇന്ന് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുകയും ഹർജി തള്ളിക്കൊണ്ട് കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ളത്. അഫ്ലാൽ, അടുത്ത നീക്കം ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാനാണോ അതോ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണോ? എന്താണ് രാഹുലിന്റെ അഭിഭാഷകരുടെ നീക്കം? മനസ്സിലാക്കിയിട്ടുണ്ടോ അത്? രാഹുലിന്റെ അഭിഭാഷകൻ ആദ്യഘട്ടത്തിൽ ഇവിടെ ഹാജരായ വക്കാലത്ത് നേടിയ അഭിലാഷ് ചന്ദ്രനുമായി നേരിൽ സംസാരിച്ചിരുന്നു. അതായത് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായാൽ ഉടൻ പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ആ നീക്കം നടത്തുകയും കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നും സമാനമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് അനുകൂല വിധി നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിധിയുടെ പകർപ്പ് അത് ലഭ്യമായാൽ ഉടൻ തന്നെ ആയിരിക്കും അടുത്ത നിയമ നടപടിയുമായി പ്രതിഭാഗം മുന്നോട്ട് പോവുക. ഇന്നലെ നടന്ന പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്, അതോടൊപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ സാധാരണ നിലയിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട കീഴ്വഴക്കങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ലൈംഗിക അധിക്ഷേപം അല്ലെങ്കിൽ ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാദഗതി തന്നെ തീർത്തും തെറ്റാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിന് അനുബന്ധമായി അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ പരാതിക്കാരിയും പ്രതിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ, അതോടൊപ്പം തന്നെ ശബ്ദ സന്ദേശങ്ങൾ എന്നിവ അടക്കം കോടതിയിൽ ഇന്നലെ ഹാജരാക്കിയിരുന്നു. മാത്രവുമല്ല, ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഡിജിറ്റൽ സംവിധാനം വഴിയാണ്. അത് ഒരു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പരാതിക്കാരി നേരിട്ടെത്തി രേഖാമൂലം അത് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ കേസിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കുക എന്നുള്ള വളരെ നിർണായകമായ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം പോയിട്ടില്ല. സാധാരണഗതിയിൽ അറസ്റ്റ് FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് മുൻപായി വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത നടപടിയിലേക്ക് സാധാരണഗതിയിൽ പോവുക. അത്തരത്തിൽ ഈ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉള്ള കേസാണ് ഇത് എന്നുകൂടി പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് എതിരായി പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും തന്നെ മുഖവിലേക്ക് കോടതി എടുത്തില്ല. പ്രോസിക്യൂഷന്റെ നിലപാട്, അവർ ഉയർത്തിയ വാദങ്ങൾ, അവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്.